ഹായ് കൂട്ടുകാരെ, ഹാപ്പി ടൈംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മാമ്പഴമൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇടുന്നത്. അപ്പം വേറൊന്നുമല്ല, മാമ്പഴ കറിയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ഇത് ഞാൻ എടുത്തിടാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഈ ഒരു മാങ്ങ ഇച്ചിരി വെറൈറ്റി ആയിട്ട് തോന്നി. സാധാരണ നമ്മുടെ മാങ്ങയുടെ ഒന്നും കളറല്ലല്ലോ ഇത്. ഇത് നല്ല പഴുത്ത് കഴിയുമ്പോൾ ഉള്ള ഒരു കളറെന്ന് പറയുന്നത് ഇതാണ്. മഞ്ഞയും റെഡും കൂടെ കലർന്ന ഒരു കളറാണ്. നല്ല രസം ഇത് കാണാൻ. അപ്പം ഞാൻ ഓർത്തൊരു വീഡിയോ ഇടാമെന്ന് ഓർത്തു. അപ്പോൾ ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഈ മാങ്ങയുടെ പേര് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മാമ്പഴമൊക്കെ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാമ്പഴം നമുക്ക് കിട്ടിയ വഴി ഒന്ന് പറയണമല്ലോ. കാരണം നമ്മുടെ ഓമനേമ്മ കൊണ്ട് തന്നതാണ്. ഓമനേമ്മ എന്ന് പറയുന്നത് നമ്മുടെ നെയ്ബറാണ്. എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിവിടെ കറി വെക്കുന്ന രീതി എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമ്മളൊക്കെ ഒരുപാട് കുക്ക് ചെയ്യുമെങ്കിലും പലരുടെയും രീതികൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഞാൻ പൊളിച്ചു വെച്ച മാമ്പഴമൊക്കെ ഒരു കടുവൊക്കെ വറുത്ത് ഉള്ളിയും കറിവേപ്പിലയും കടുവൊക്കെ ഇട്ട് വറുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ മാമ്പഴം ഇട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് ഇളക്കി അതിലേക്ക് ഉപ്പും വെള്ളവും ഒഴിച്ച് വേവിക്കാൻ വെക്കുവേ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ മാമ്പഴം ഇനിയൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. എന്നിട്ട് നമുക്ക് അതിനുള്ള അരപ്പൊക്കെ റെഡിയാക്കാം. അരപ്പ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതിനെയും മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അരപ്പെന്ന് പറയുന്നത് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും അല്പം മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നമുക്ക് ഇടാം. ജസ്റ്റ് ഈ മാങ്ങയ്ക്ക് നല്ല കളറാണ്, അപ്പം മഞ്ഞൾപ്പൊടി വേണമെന്ന് തോന്നിയില്ല. എങ്കിലും ഒരു ശകലം മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അതൊക്കെ അരച്ച് നമ്മൾ നമ്മുടെ മാമ്പഴ കറിയായില്ലല്ലോ, അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. കാരണം നമുക്കറിയാം തേങ്ങ അരച്ച കറികൾ അങ്ങനെ തിളപ്പിക്കാൻ പാടില്ല. തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞ് തേങ്ങായും വെള്ളവുമായിട്ട് അങ്ങ് മാറിക്കിടക്കും, കാണാൻ രസമില്ല. അപ്പോൾ ഇതാണ് മാമ്പഴ കറി. ഇതിലേക്ക് അല്പം തൈര് കൂടി ചേർത്താൽ മാമ്പഴ പുളിശ്ശേരിയായി. അപ്പോൾ എൻ്റെ മാമ്പഴക്കറിയുടെ കളറൊന്ന് മാറിയിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ആ വീഡിയോ കാണുമ്പോൾ നല്ല മഞ്ഞ കളറാണ്, അതേ നിറമാണ് ഒറിജിനലിലും. പക്ഷേ ഇപ്പോൾ നല്ല മഴയൊക്കെയാണ് ഇവിടെ രാവിലെ. ആ സമയത്ത് ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് കളറിനൊരു വ്യത്യാസം തോന്നുന്നത്. നല്ല മഞ്ഞ കളറാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റുകളും രേഖപ്പെടുത്തണം. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.